നയോമി തൻ്റെ മുറിയിലുണ്ടായിരുന്നവരെയെല്ലാം നോക്കിയിട്ട് തിരിച്ച് ബാത്റൂമിലേക്ക് കയറി. അതിൻ്റെ വാതിലടച്ച് ബോൾട്ടിട്ടു. ഈ നടപടി മഹീന്ദ്രനോ മാർട്ടിനോ പ്രതീക്ഷിച്ചതല്ല. നയോമി എന്തെങ്കിലും എടുക്കാനോ മറ്റോ കയറിയതാണെന്ന് കരുതി അവർ അല്പസമയം കാത്തു. അതിനുശേഷം മഹീന്ദ്രൻ എഴുന്നേറ്റ് വന്നു ബാത്റൂമിൻ്റെ വാതിലിൽ തട്ടി വിളിച്ചു. നയോമി. എന്താ സാറേ? നീ എന്താ ബാത്റൂമിനകത്ത് കയറിയിരിക്കുകയാണോ? സാറ് കണ്ടില്ലായിരുന്നോ ഞാൻ അകത്തോട്ട് കയറുന്നത്? ഞങ്ങൾ നിന്നോട് സംസാരിക്കാൻ വേണ്ടി വന്നതാ. അതിനൊരു മര്യാദയില്ലേ? മുൻകൂട്ടി വിവരം പറയണം. എന്നിട്ട് റൂമിന് പുറത്ത് വെയിറ്റ് ചെയ്യണം. അകത്തേക്ക് കടന്നു വന്നോട്ടെ എന്ന് ചോദിക്കണം. സമ്മതം കിട്ടിയാൽ മാത്രമേ ഒരു ലേഡി ആർട്ടിസ്റ്റ് താമസിക്കുന്ന റൂമിലേക്ക് കടന്നു വരാവൂ. ഞാൻ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു മര്യാദ നിങ്ങൾ പാലിച്ചോ? ഇല്ലല്ലോ. നിന്നോട് ഞങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ നിൻ്റെ അനുവാദം മുൻകൂട്ടി വാങ്ങണോ? ഈ റൂം നിൻ്റെയല്ല, പ്രൊഡക്ഷനാ ഇതിൻ്റെ റെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ്റെ ഭാഗമായ ഞങ്ങൾക്ക് ഇവിടെ വരാനും ഈ പ്രൊഡക്ഷൻ്റെ ആർട്ടിസ്റ്റായ നിന്നോട് സംസാരിക്കാനും മുൻകൂട്ടി അനുമതിയൊന്നും വേണ്ട. നിങ്ങൾ റൂമിനെ വാടക കൊടുക്കുന്നത് എൻ്റെ പ്രൈവസിക്കല്ല. ലൊക്കേഷനിൽ നിന്ന് ഞാൻ റൂമിലെത്തിക്കഴിഞ്ഞാൽ ഇതെൻ്റെ റൂമാണ്. ഈ റൂമും കൂടി ചേർത്താണ് ഞാൻ ശമ്പളം വാങ്ങുന്നത്. ഇവിടുന്ന് തിരിച്ച് ലൊക്കേഷനിലേക്ക് പോകുന്നത് വരെ ഇവിടെ എന്നെ കാണാൻ ആരൊക്കെ വരണം ആരൊക്കെ വരരുത് എന്ന് നിശ്ചയിക്കുന്നത് ഞാനാ, നിങ്ങളല്ല. ഒരൊറ്റ ചവിട്ടിനില്ലല്ലോടി ഈ വാതിൽ. നീ ആരോടാ കളിക്കുന്നത്? ഇന്നലെ വരെ ഞാൻ വിരൽ ഞൊടിക്കുന്നിടത്ത് വന്ന് പട്ടിയെ പോലെ വാലാട്ടിക്കൊണ്ടിരുന്നവളല്ലേ നീ? മഹീന്ദ്രൻ കലിപ്പൂണ്ട് ഒച്ചയെടുത്തു. അത് ഇന്നലെ, നയോമി അക്ഷോഭ്യയായി പറഞ്ഞു. ഇന്ന് ഞാൻ വിരൽ ഞൊടിക്കുന്നിടത്ത് നിങ്ങൾ വന്നു നിൽക്കണം, എന്നെ കൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ വിട്ടേക്കണം. എടി, നീ എന്ത് കണ്ടിട്ടാണ് ഈ അഹങ്കരിക്കുന്നത്? വിജയാനന്ദൻ്റെ മുഴുപ്പ് കണ്ടിട്ടോ? മഹീന്ദ്രൻ വേണ്ടെന്ന് വിചാരിച്ചാൽ നീ ഒരു സിനിമയിലും അഭിനയിക്കില്ല, നിൻ്റെ ഒരു സീരിയലും പുറത്തു വരില്ല. നിനക്ക് ജീവിച്ചിരിക്കാൻ കൂടി ബുദ്ധിമുട്ടാവും. സാറ് വേണ്ടെന്ന് വിചാരിച്ചോ? എനിക്ക് സിനിമയും സീരിയലും ഒന്നും വേണ്ട. സാറിന് ചെയ്യാൻ പറ്റുന്ന പോലെയൊക്കെ ചെയ്യും. നയോമി ഒട്ടും വിട്ടുകൊടുത്തില്ല. മഹീന്ദ്രൻ കുപിതനായി ബാത്റൂം ഡോറിൽ ആഞ്ഞിടിച്ചു കൊണ്ട് ചീറി. നിൻ്റെ തുണ്ടുപടമുണ്ട് ഞങ്ങളുടെ കയ്യിൽ. ആ വിവരം നിനക്കറിയോ? ഫേസ്ബുക്കിലോ വാട്സപ്പിലോ പോസ്റ്റ് ചെയ്താൽ എന്ന് ചാവുന്നോ ആ ദിവസം വരെ നീ കിടന്ന് നാറും. സാറ് പോസ്റ്റ് ചെയ്യണം, എനിക്കും ഒന്ന് കാണാമല്ലോ. ഞാനതെല്ലാം മറന്നുപോയി. അത് മഹീന്ദ്രൻ പ്രതീക്ഷിച്ചതല്ല. അയാൾ തിരികെ ചെന്ന് മാർട്ടിനോട് പറഞ്ഞു. എന്തു പറഞ്ഞിട്ടും അവൾക്കൊരു കൂസലുമില്ല. ആ വാതിലങ്ങ് ചവിട്ടി പൊളിക്കട്ടെ? കാക്കനാട് ലോനപ്പൻ ചോദിച്ചു. ശിശുപാലിൻ്റെ അംഗരക്ഷകനാണ് ലാലപ്പൻ. അതൊക്കെ പിന്നീട് പ്രശ്നമായെങ്കിലോ? മിനിറ്റ് വെച്ച് വേറെ ഫൈബർ ഡോർ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് തരാം സാറേ. എനിക്ക് ആ ബാത്റൂമിലിരിക്കുന്നവളുടെ വർത്തമാനം കേട്ടിട്ട് പെരുത്ത് കയറുന്നു. ധൃതി പിടിക്കാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. വിട്ടുകൊടുത്താൽ സംഗതി തൻ്റെ നിയന്ത്രണം വിട്ടുപോകുമെന്ന് മഹീന്ദ്രൻ അറിയാം. ചെറുത്തു നിൽക്കുന്ന പെണ്ണ് വീറുള്ള പുരുഷൻ്റെ അഭിമാന പ്രശ്നമാണ്. മഹീന്ദ്രൻ വീണ്ടും ബാത്റൂമിൻ്റെ മുന്നിലെത്തി. നയോമി, ഇത് തുറക്ക്, നമുക്ക് സമാധാനമായിട്ട് സംസാരിക്കാം. സമാധാനമായിട്ട് സംസാരിക്കണമെങ്കിൽ ആദ്യം എൻ്റെ മുത്തശ്ശിയെ ഈ മുറിയിലോട്ട് വിളിച്ചു വരുത്തണം. എൻ്റെ ഫോൺ എൻ്റെ കയ്യിൽ തിരിച്ചു തരണം. നയോമി ദേഷ്യത്തിലാണ് പറഞ്ഞത്. അത് കേട്ടതും ലാലപ്പൻ ചാടി എഴുന്നേറ്റ് വന്ന് ബാത്റൂമിൻ്റെ ഫൈബർ ഡോറിൽ ഒരു ചവിട്ട് കൊടുത്തു. അത് അപ്പോൾ തന്നെ കുറ്റി പറഞ്ഞ് മറുവശത്തെ ഭിത്തിയിൽ ചെന്നിടിച്ച് വാതിലിനപ്പുറം നിന്ന നയോമിയുടെ നെറ്റിയിൽ ചെന്നിടിച്ചു. നയോമി പിന്നോട്ട് വേച്ചുപോയി. അവളുടെ നെറ്റിയിൽ കതക് വന്നിടിച്ച ഭാഗം പൊട്ടി ചോര പൊടിയുകയും അതിനു ചുറ്റും ഒരു ക്ഷതമുണ്ടായി ക്ഷണം കരുവാളിക്കുകയും ചെയ്തു. നയോമി മാർത്ത് കൈകെട്ടി ബാത്റൂമിൽ തന്നെ നിന്നു. മഹീന്ദ്രൻ സാറൊക്കെ നിനക്ക് പുല്ല അല്ലേടി? സാറൊരു വാക്കു പറഞ്ഞാൽ വലിയ സൂപ്പർ ഹീറോകൾ പഞ്ചപുച്ഛമടക്കി അനുസരിക്കും. നീ വെറും ഞാഞ്ഞൂല്. വാലുപൊക്കി പേടിപ്പിക്കാൻ നോക്കുന്നോ? ലാലപ്പൻ ചീറി. നീ ആരാണെന്ന് എനിക്കറിയില്ല. നിനക്ക് കിട്ടേണ്ടത് അധികം താമസിയാതെ കിട്ടും. ഇങ്ങോട്ട് ഇറങ്ങുന്നില്ലടി കഴിവറുടെ മോളെ. ലാലപ്പൻ നയോമിയുടെ കൈപ്പിടിച്ച് വലിച്ച് പുറത്ത് ചാടിച്ചു. നിനക്ക് വിളിച്ചാൽ വരാൻ എന്താടി ഇത്ര മടി? അഭിനയിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ ശമ്പളം അതിൻ്റെ 10 ഇരട്ടിയും വാങ്ങിച്ച് കാര്യം കണ്ടിട്ട് നീ ഇപ്പം ആളറിയാത്ത പോലെ അഹങ്കരിക്കണോ? ഇവിടെ വേണ്ട നിൻ്റെ വിളച്ചിൽ, വേറെ സ്ഥലം നോക്ക്. ലാലപ്പൻ നയോമിയുടെ താഴിക്ക് കീഴെ കുത്തിപ്പിടിച്ച് മുഖമിട്ടുലച്ചു. മഹീന്ദ്ര സാറിൻ്റെ അടുത്ത് നീ എന്താടി പറഞ്ഞത്? കിളയ്ക്കാൻ പോകാനോ? മഹീന്ദ്ര സാറ് കുറേ ഉഴുതു മറിച്ചതല്ലടി നിൻ്റെ ഈ ശരീരം. എന്നിട്ടല്ലേ നിനക്ക് ഈ സിനിമയിൽ ചാൻസ് കിട്ടിയത്? ഇനി എവിടെയാണ് കിളയ്ക്കേണ്ടത്? നീ ഒന്ന് തൊട്ട് കാണിച്ചതാ, കിളയ്ക്കാം. അയാൾ നയോമിയുടെ താടി കീഴിൽ നിന്ന് പിടിവിട്ടു. നയോമി, നിന്നോട് വഴക്കു പിടിക്കാൻ വന്നതല്ല ഞങ്ങൾ, സമാധാനത്തിൽ സംസാരിക്കാൻ വേണ്ടിയാ. അതെനിക്കിപ്പോൾ ശരിക്കും മനസ്സിലായി. എൻ്റെ മുത്തശ്ശിയെ ഈ മുറിയിൽ നിന്ന് മാറ്റിയതും എൻ്റെ മൊബൈൽ ഫോൺ അടിച്ചു മാറ്റിയതും എല്ലാം സമാധാനത്തിന് വേണ്ടിയാണെന്ന് ബോധ്യമായി. ഇപ്പോൾ ബാത്റൂമിൻ്റെ വാതിൽ ചവിട്ടി പൊളിച്ചതും സമാധാനത്തിന് വേണ്ടിയാണല്ലോ. ഈ സമാധാനത്തിൻ്റെ പ്രതിഫലം അധികം വൈകാതെ എത്തും, നയോമി വീറോടെ പറഞ്ഞു. നയോമി, ഇതുവരെ കഴിഞ്ഞതൊക്കെ പോട്ടെ. ഇവിടെ വെച്ച് നമുക്കൊരു ധാരണയിലെത്താം. ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞോട്ടെ. ഏതായാലും ഇത്രയും ആയില്ലേ? 10 മിനിറ്റ് കഴിഞ്ഞ് നീ ഞങ്ങൾ ഒലത്തുവോ? ലാലപ്പൻ നായ കുരയ്ക്കുന്ന പോലെ അവളുടെ നേർക്ക് ആക്രോശിച്ചു. ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ എവിടെയാ? ഇവിടുന്ന് എത്ര ദൂരം കാണും? നയോമി മഹീന്ദ്രനോട് ചോദിച്ചു. ഓ, നീ ഓലപ്പാമ്പ് കാട്ടി വിരട്ടാൻ നോക്കുവാണോ? ലാലപ്പൻ ചോദിച്ചു.
3-ാം ക്ലാസ്സിൽ പഠിച്ച കാലത്ത് പോലീസ് ഞങ്ങൾക്ക് പുല്ലാണ് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ് നടന്നവനാണ് ഞാൻ. അതിനുശേഷം ലാലപ്പൻ ഒരുപാട് വളർന്നു. പക്ഷേ പോലീസ് ഇപ്പോഴും ആ പഴയ പുല്ല് തന്നെയാ. ആണോ? പക്ഷേ എന്നെ പോലുള്ള സ്ത്രീകൾക്ക് പോലീസ് എന്ന് പറയുന്നത് വലിയ പ്രൊട്ടക്ഷനാ. നിന്നെ പോലത്തെ പട്ടികൾ തെരുവ് തോറും അലഞ്ഞു നടക്കുന്ന നാടല്ലേ ഇത്. പോലീസും കൂടിയില്ലെങ്കിൽ നീയൊക്കെ എന്തെല്ലാം ചെയ്തു കൂട്ടും. കഴുത്തിന് കുത്തിപ്പിടിച്ച് നയോമിയുടെ ചെകിട്ടത്തൊന്ന് പൊട്ടിക്കാൻ കൈ ധരിക്കുന്നുണ്ടായിരുന്നു ലാലപ്പന്. ലാലപ്പ, വേണ്ട. നീ ഇവളെ കൈവച്ചാലും ഞാൻ കൈവച്ചാലും ഉത്തരം പറയേണ്ടത് ഞാൻ തന്നെയല്ലേ. സാറിനെ ഓർത്ത് ഞാൻ ക്ഷമിക്കുന്നു. നീ ക്ഷമിക്കേണ്ട. നിനക്ക് ക്ഷമിക്കാനുള്ള അവസരം തന്നിട്ടില്ല ഞാൻ. അത് ഞാൻ തരാം. നയോമി പൊരുതാൻ ഉറച്ചു പറഞ്ഞു. നയോമി, നീയൊരു ക്ഷമ പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേയുള്ളൂ നമ്മൾ തമ്മിൽ. നാളെ ലൊക്കേഷനിൽ വെച്ച് പബ്ലിക്കായിട്ട് പറയണം. സാറിനോട് ഞാൻ ഇന്നലെ പറഞ്ഞത് തെറ്റായി പോയി, ക്ഷമിക്കണമെന്ന്. മഹീന്ദ്രൻ ഒരു ഭേദഗതി നിർദ്ദേശിച്ചു. സാറ് എന്നോട് ക്ഷമ പറയുകയാണെങ്കിൽ ഞാൻ പറയാം. നയോമി, പുരുഷനെന്ന നിലയ്ക്കുള്ള നിന്റെ അഹന്ത കൊണ്ടും സ്ത്രീയോട് എന്തുമാകാമെന്ന പുച്ഛം കൊണ്ടും ഞാൻ ഇന്നലെ നിന്നോട് മോശമായി പെരുമാറി. നീ അത് ക്ഷമിച്ചേക്കണം. സാർ ഇത്രയും പറഞ്ഞാൽ ഞാൻ സാറിനോടും ക്ഷമ ചോദിക്കും, ഉറപ്പ്. അല്ലാതെ നീ ക്ഷമ പറയില്ല? ഇല്ല എന്ന് മാത്രമല്ല, സാറിനെ കൊണ്ട് പരസ്യമായി ക്ഷമ പറയിക്കുകയും ചെയ്യും. മഹീന്ദ്രൻ സാറേ, ഇവളോട് സംസാരിക്കുകയല്ല വേണ്ടത്. ആദ്യം ഇവളുടെ പല്ലടിച്ച് കൊഴിക്കണം, ലാലപ്പൻ പറഞ്ഞു. മഹീന്ദ്രൻ്റെ ഒരു ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ടായിരുന്നു. മഹീന്ദ്രൻ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ, ആരാ? റിസപ്ഷനിൽ നിന്ന് പോലീസ് വന്നിരിക്കുന്നു സാർ. അവർ നയോമി എന്ന ആർട്ടിസ്റ്റിനെ അന്വേഷിച്ചു. റൂം ബോയിയെ കൂട്ടി അങ്ങോട്ട് വന്നിട്ടുണ്ട് സാർ. അടുത്ത ക്ഷണം കോൾ കട്ടായി. മഹീന്ദ്രൻ്റെ മുഖം വിളറി വെളുത്തു. അയാളുടെ ഫോണിൽ നിന്നുള്ള സംഭാഷണം അവിടെ നിന്നവർക്കെല്ലാം കേൾക്കാമായിരുന്നു. ഒറ്റ നിമിഷം കൊണ്ട് മഹീന്ദ്രൻ വിയർത്തു. ലാലപ്പ, പോലീസ് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ പോയിക്കോട്ടെ സാർ. പോലീസ് വരുമ്പോൾ ഞാനിവിടെ നിന്നാൽ ശരിയാവില്ല. അയാൾ വാതിലിന് നേർക്ക് നീങ്ങി. അപ്പോഴേക്കും പോലീസ് റൂമിന് മുൻപിൽ എത്തിക്കഴിഞ്ഞിരുന്നു. വാതിൽ തുറന്നെങ്കിലും ലാലപ്പന് പുറത്തേക്കിറങ്ങാൻ കഴിഞ്ഞില്ല. ഇതാണോ ആർട്ടിസ്റ്റ് നയോമിയുടെ റൂം? സബ് ഇൻസ്പെക്ടർ അനൂപ് കുര്യൻ ലാലപ്പനോട് ചോദിച്ചു. അതെ. ലാലപ്പൻ മറുപടി പറഞ്ഞ് മുറിക്കുള്ളിലേക്ക് പിൻവാങ്ങി. പോലീസ് റൂമിനുള്ളിലേക്ക് കടന്നു. ആർട്ടിസ്റ്റ് നയോമി ഉണ്ടോ ഇവിടെ? നിങ്ങളാണോ അത്? ഇൻസ്പെക്ടർ തിരക്കി. അതെ സാർ, ഞാനാണ്. നയോമി മറുപടി നൽകി. സാർ, ഇവരെല്ലാം കൂടി എൻ്റെ റൂമിൽ അതിക്രമിച്ച് കയറിയതാണ്. ഞാൻ രക്ഷയ്ക്ക് വേണ്ടി ബാത്റൂമിൽ കയറിയപ്പോൾ ഇവർ അതിൻ്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ചു. സാർ നോക്കണം. നയോമി ഇൻസ്പെക്ടർക്ക് പൊളിഞ്ഞ വാതിലും തൻ്റെ മുഖത്തെ പരുക്കും കാണിച്ചു കൊടുത്തു.